തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമാണല്ലോ പാടിക്കുന്ന്. പാടിക്കുന്ന് സഖാക്കളോട് അവരെ കള്ള ജാമ്യത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുർദാബാദ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നിറതോക്കിന്റെ മുന്നിൽ ഗൺ പോയിന്റിലാണ് ആവശ്യപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുർദാബാദ്, കോൺഗ്രസിന് സിന്ദാബാദ് വിളിക്കാനും പറഞ്ഞു. പാടിക്കുന്ന രക്തസാക്ഷികള് അത്യുച്ചത്തില് ഗൺ പോയിന്റിന് മുന്നിൽ വിളിച്ച സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ് എന്നായിരുന്നു. അവരെയാണ് വെടിവെച്ച് കൊന്നത്. കീഴടങ്ങിയവരല്ല തളിപ്പറമ്പ് മണ്ഡലത്തിലെ രക്തസാക്ഷികൾ. മൊറാഴി എന്തായിരുന്നു? കമ്മ്യൂണിസ്റ്റ് കർഷക സമരങ്ങൾ കൊടുമ്പിരി കൊള്ളുന്ന ഒരു ഘട്ടം. ഇപ്പോ ഈ തളിപ്പറമ്പ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടാണല്ലോ കുളച്ചേരിയിലാണല്ലോ ഈ കേരളത്തിന്റെ വലിയ മുന്നേറ്റത്തിന് അടിത്തറവാകിയിട്ടുള്ള, അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ വലിയ പ്രതിധ്വനി ഉണ്ടാക്കിയിട്ടുള്ള കർഷക പ്രസ്ഥാനത്തിന്റെ തുടർച്ച, രൂപീകരണം, കർഷക സംഘം രൂപീകരിച്ച അവിടെയാണല്ലോ. ആ കൊളച്ചേരിയിൽ കർഷക സംഘം രൂപീകരിച്ചതിന് ശേഷം പിന്നീടാണ് ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായിട്ടുള്ള ഉജ്ജ്വലമായ സമരങ്ങൾ ഉയർന്നു വന്നത്. ആ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടുകളിൽ ഒന്നായിരുന്നു മൊറാഴ സംഭവം. എന്താ മൊറാഴ സംഭവം? അതും കീഴടങ്ങിയ പാരമ്പര്യമുള്ള സംഭവമായിരുന്നില്ല. പ്രകടനം നടത്താൻ വേണ്ടി വിടില്ല എന്ന് നിർദ്ദേശം വന്നപ്പോ ജനങ്ങൾ സകല തിട്ടൂരത്തെയും മറികടന്നുകൊണ്ട് മുന്നേറി. അതായിരുന്നല്ലോ മൊറാഴ. എന്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ. ഇപ്പൊ കണ്ടക്കൈ സമരം, കൊളച്ചേരി, ഈ പാടിക്കുന്ന്, മൊറാഴ, ഇതൊന്നും കേവലമായിട്ടുള്ള സ്ഥലനാമങ്ങളല്ല, രക്തത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട വീരേതിഹാസങ്ങളാണ് എന്നുള്ളത് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം. അങ്ങനെ ഒരു മണ്ണിൽ വന്നിട്ട് ടി കെ ഗോവിന്ദൻ പാർട്ടിയെ വഞ്ചിച്ച് എതിരാളിയുടെ പാളയത്തിൽ ചാടി അവിടുന്ന് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് വന്ന് വല്ലാതെ പാർട്ടിക്കെതിരായിട്ട് വരേണ്ട. ഇത് അങ്ങേയറ്റ പ്രകോപനം ഉണ്ടാക്കുന്ന സമീപനാണ്. അതുകൊണ്ട് തീക്കൊള്ളി കൊണ്ട് തലചൊറിയാൻ വേണ്ടി ടി കെ ഗോവിന്ദൻ വരണ്ട. ഇമാതിരി നുണപ്രചരണത്തിന് മുന്നിലൊന്നും കീഴടങ്ങുന്ന മണ്ണല്ല കണ്ണൂരിലെയും തളിപ്പറമ്പിലെയും മണ്ണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നുണപ്രചരണം ബന്ധപ്പെട്ടവരെ അവസാനിപ്പിക്കുക.